ഹായ് ഫ്രണ്ട്സ്, ഒറ്റയ്ക്ക് ജീവിക്കാൻ എപ്പോഴും തയ്യാറാവുക. ചില ആളുകൾ പെട്ടെന്ന് മാറുന്നു. ഇന്ന് നിങ്ങൾ അവർക്ക് പ്രധാനമാണ്, നാളെ നിങ്ങൾ അവർക്ക് ഒന്നുമല്ല. ഇതാണ് യഥാർത്ഥ ജീവിതവും. പരാജിതൻ കാറ്റിനെ കുറ്റം പറയും, മൂഢൻ കാറ്റിൻ്റെ ഗതി മാറുന്നതും കാത്തു നിൽക്കും. എന്നാൽ വിജയി കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പായ മാറ്റിക്കെട്ടുകയും ചെയ്യുന്നു. ഉച്ചത്തിലുള്ള ശബ്ദം ശക്തവും നിശബ്ദത ദൗർലഭ്യവുമാണെന്ന് ഒരിക്കലും കരുതരുത്. കാരണം സിംഹത്തിൻ്റെ നിശബ്ദതയാണ് അപകടത്തെ സൂചിപ്പിക്കുന്നത്, അതിൻ്റെ ഗർജനമല്ല. മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാം എളുപ്പമാകുന്നു. നിങ്ങൾ വിജയിക്കുന്നവരെ നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല, അതിനാൽ തന്നെ വിജയിക്കുക. നിങ്ങൾ വേദനിക്കുമ്പോൾ സന്തോഷവാനാണെന്ന് നടിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എത്ര ശക്തനാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. നിങ്ങൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷമാണ്. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ. അവരുടെ പ്രവൃത്തികൾ കാരണം നിങ്ങൾ കരയുന്നത് കണ്ട് സംതൃപ്തി അടയാനുള്ള അവസരങ്ങൾ നിങ്ങൾ ആർക്കും തന്നെ നൽകരുത്. നല്ലത് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പറയുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക. എങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സ്നേഹത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരാളേക്കാൾ വിലമതിപ്പുണ്ട് നിങ്ങളുടെ പുഞ്ചിരിക്ക്. രണ്ടു തരത്തിലുള്ള വേദനകൾ നമ്മൾ നിരന്തരം നേരിടുന്നു. ഒന്ന് നമ്മളെ വേദനിപ്പിക്കുന്നവയാണ്, മറ്റൊന്ന് നമ്മളെ എന്നേക്കുമായി മാറ്റാൻ കഴിയുന്നവയാണ്. ഒരു മെഴുകുതിരിയിൽ നിന്നും ആയിരക്കണക്കിന് മെഴുകുതിരികൾ കത്തിച്ചു എന്ന് കരുതി ആ മെഴുകുതിരിയുടെ ആയുസ് കുറയുന്നില്ല. സ്നേഹവും സന്തോഷവും അങ്ങനെ തന്നെയാണ്, പങ്കിടുന്നതിലൂടെ ഒരിക്കലും കുറയുന്നില്ല. ഇല്ല എന്നിടത്ത് ഇല്ല എന്നും വേണ്ട എന്നിടത്ത് വേണ്ട എന്നും തന്നെ പറയുക. മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന് കരുതി പറയാതിരുന്നാൽ ചിലർ നമ്മുടെ മൗനത്തിലും വില നിശ്ചയിക്കും. ആ വില ചിലപ്പോൾ നമ്മുടെ ജീവനും ജീവിതവുമായിരിക്കും. അവസരം, ആവശ്യകത, കഴിവ്, സമയം എന്നിവ കൂടെയുള്ളപ്പോൾ തന്നെ പ്രവർത്തിക്കുക. ഒരു നിമിഷം പോലും വൈകരുത്. നഷ്ടമായവ എന്തും പിന്നീട് തിരിച്ചു കിട്ടില്ല എന്നോർക്കുക. പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല, എങ്കിലും നല്ലത് ചെയ്യുക, നന്മയിൽ ജീവിക്കുക. അപ്പോൾ ജീവിതം മനോഹരമാകും. നിരന്തര പരിശ്രമമാണ് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം. ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും നാളെ എന്നൊന്നില്ലാത്ത പോലെ തന്നെ പ്രവർത്തിക്കുക. നിന്റെ സാഹചര്യം മറ്റുള്ളവർക്ക് തമാശയായിരിക്കും, അവരിൽ ആ സാഹചര്യം എത്തുന്നതുവരെ. മുറിവുണങ്ങാത്ത ഹൃദയത്തിന് പുതിയ വേദനകൾ ഭാരമാവില്ല. മഹാനെ പോലെ ജീവിക്കേണ്ടതില്ല, എന്നാലും മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കുക. അഭിനന്ദിക്കുന്നവരുടെ മനസ്സ് ഏറ്റവും സത്യസന്ധവും വിശാലവുമാണ്. എന്നാൽ സുഹൃത്തിൻ്റെ വിജയത്തിൽ അസ്വസ്ഥനാകുന്നവൻ സ്വാർത്ഥനും അസൂയാലുവുമാണ്. രൂപം കൊണ്ട് ആരെയും വിലയിരുത്താനാകില്ല. ആരുടെയും സഹായമില്ലാത്തപ്പോൾ അകറ്റി നിർത്തിയവരായിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷ സഹായവുമായി വരുന്നത്.